തെറ്റുപറ്റിയെന്ന് ADM നവീൻ ബാബു പറഞ്ഞതായി കുറ്റപത്രത്തിൽ കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി. നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കളക്ടർ മൊഴി നൽകി. യാത്രയയപ്പ് ചടങ്ങിന് ശേഷം ADM ചേംബറിൽ എത്തിയെന്നും PP ദിവ്യയുടെ ആരോപണത്തെക്കുറിച്ച് ADMനോട് ചോദിച്ചുമെന്നുമാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. ഫയലിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അതുകൊണ്ട് വൈകിയെന്ന മറുപടിയാണ് ADM നൽകിയത്. അതല്ലാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ചുനേരം തലതാഴ്ത്തി തെറ്റുപറ്റിയെന്ന് ADM പറഞ്ഞതായും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. പിന്നീട് നവീൻ ബാബു ചേംബറിന്റെ വാതിൽ വരെ പോയി തിരിച്ചു വന്നുവെന്നും അവരുടെ കയ്യിൽ റെക്കോർഡിംഗ് ഉണ്ടോ എന്ന് തോന്നിയതുമായി പറഞ്ഞുവെന്നും കളക്ടർ മൊഴി നൽകിയിട്ടുണ്ട്. പിന്നാലെ ADMനെ ആശ്വസിപ്പിച്ച് മടക്കി അയച്ചുവെന്നും ആത്മവിശ്വാസത്തോടെ നേരിടാമെന്ന് നവീൻ ബാബുവിനോട് പറഞ്ഞുവെന്നുമാണ് കളക്ടർ മൊഴി നൽകിയിട്ടുള്ളത്. ഇതിന് പിന്നാലെ ഈ വിവരങ്ങൾ മന്ത്രിയെ അറിയിച്ചുവെന്നാണ് കളക്ടർ മൊഴി നൽകിയിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ മരണത്തിൽ PP ദിവ്യ മാത്രമാണ് കുറ്റക്കാരിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. നവീൻ ബാബുവിന്റെ യാത്രയപ്പിൽ PP ദിവ്യ നടത്തിയ പ്രസംഗം ആത്മഹത്യാ പ്രേരണയായി. PP ദിവ്യയെ ക്ഷണിച്ചില്ലായിരുന്നുവെന്ന് കളക്ടറേറ്റ് ജീവനക്കാർ മൊഴി നൽകി. ഫയലിൽ അനാവശ്യ കാലതാമസം വന്നിട്ടില്ല. കൈക്കൂലി നൽകിയതിന് നേരിട്ടുള്ള ഒരു തെളിവില്ലെന്നും പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. PP ദിവ്യയാണ് ദൃശ്യം ചിത്രീകരിക്കാൻ പ്രാദേശിക ചാനലുകാരനെ ഏർപ്പെടുത്തിയത്. പരിപാടിക്ക് മുൻപും ശേഷവും കളക്ടറെ ദിവ്യ വിളിച്ചിരുന്നു. ADM ആത്മഹത്യ ചെയ്തതിനു ശേഷവും ദിവ്യ കളക്ടറെ വിളിച്ചിരുന്നുവെന്നും മൊഴിയുണ്ട്.